ഹലോ ഗായ്സ്, വെൽക്കം ടു സാവിയ വ്ളോഗ്സ്. ഗായ്സ്, ചാനലോടായിട്ട് കുറച്ചാളായെങ്കിലും ഞാൻ ഷോർട്സ് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. കുറച്ചാളായിട്ട് നമ്മുടെ ചാനലൊന്ന് ഉറങ്ങിക്കിടക്കണമായിരുന്നു. അപ്പോൾ ഒന്ന് വീണ്ടും നമ്മൾ കുത്തിപ്പോക്കണതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ കർണാടകയിൽ നമ്മൾ പോയപ്പോൾ അവിടെ ഒരു ബെല്ലാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഫോർട്ട് കണ്ടായിരുന്നു. അത് എവിടെ നോക്കിയാലും കാണാൻ പറ്റും, കാരണം അത്ര ഉയരത്തിലാണ് ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഏകദേശം ഒരു 2000 അടി സീ ലെവലിൽ നിന്ന് 2000 അടി ഹൈറ്റ് ഉണ്ടാവും ഇതിന്. വെച്ചാൽ അത്രയും വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ സാധനം ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ, രാവിലെ തന്നെ ഒന്ന് സൺസെറ്റ് പിടിക്കാന്നുള്ള മൈൻഡിൽ പോയതാണ്. ഇതിൻ്റെ മുകളിൽ എങ്ങനെയും കയറണം എന്നുള്ള മൈൻഡിൽ iPhone 7 എടുത്തിട്ട് നടന്നു. ഏകദേശം 2 കിലോമീറ്റർ ഈ പറഞ്ഞ കടയ്ക്ക് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നടന്ന് അങ്ങനെ അവിടെ ചെന്നപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ് 9 മണിയാകും തുറക്കുമ്പോൾ ഇപ്പോൾ കയറാൻ പറ്റുന്നുള്ളത്. പുള്ളിക്ക് ഒരു 100 രൂപ കൊടുത്താൽ പുള്ളി പറഞ്ഞു കയറിക്കോ, കൂടെ വരാൻ ആരും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആരും പറഞ്ഞു, കൂടെ ആരും വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നും, നമുക്ക് ഒന്ന് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് കയറി. അങ്ങനെ കയറിയപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോർഡിൽ എന്താ പറയണമെന്ന് വെച്ചാൽ, ഇത് ഏകദേശം ഒരു 604 മീറ്റർ, അതായത് ഏകദേശം ഒരു 2000 ഫീറ്റ് ഹൈറ്റിലുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നതൊക്കെയാണ് ഇതിനകത്ത് എഴുതി വെച്ചാണ്. പക്ഷേ പിന്നെ ഇത് മൊത്തം കവർ ചെയ്യാനായിട്ട് ഒരു 5.5 കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ മൊത്തം ചുറ്റളവ്. പിന്നെ എന്താണ് നിയോണിക് തിക് സെറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ ഉളി അങ്ങനെയുള്ള സംഭവങ്ങൾ, മൺപാത്രങ്ങളൊക്കെ അങ്ങനെ പണ്ടത്തെ ആർക്കിയോളജിക്കൽ സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ അതങ്ങനെയാണ് ഇതൊരു സംഭവം. അപ്പോൾ അങ്ങനെ ഈ കോട്ടയിൽ പിന്നെ ഇതെന്തോ സൈക്ലോപ്പിയൽ കൊത്തുപണികൾ അങ്ങനെ എന്തോ സംഭവം, പിന്നെ കുമ്മായി ഇഷ്ടിയൊക്കെ വെച്ചൊക്കെയാണ് ഇത് പണിതേക്കണത്. ആ സൈക്ലോപ്പിയൽ കൊത്തുപണികളൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നൊക്കെയാണ് പറയണം. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ എന്തോ 1565 എന്തോ ഒരു യുദ്ധം ഉണ്ടായി. അപ്പോൾ അതിന് ശേഷം ഏതോ രാജാക്കന്മാരുടെ നിയന്ത്രണത്തിലായി, ഇവിടുത്തെ തന്നെ ഉള്ള ഭരണാധികളുടെ നിയന്ത്രണത്തിലായി. അത് കഴിഞ്ഞിട്ട് അവരുടെ നിന്ന് 1775 ഹൈദരാലി ഇത് പിടിച്ചെടുത്ത്. പിന്നെ പുള്ളിയുടെ നിന്ന് ടിപ്പു സുൽത്താൻ 1784 പുള്ളിയുടെ നിന്ന് പിടിച്ചെടുത്ത്. അത് കഴിഞ്ഞ് ടിപ്പു സുൽത്താൻ്റെ നിന്ന് 1800 ഇംഗ്ലീഷുകാർ പിടിച്ചെടുത്ത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ചരിത്രങ്ങൾ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒളിത്താവളം പോലത്തുള്ളൊരു സെറ്റപ്പാണ്. കണ്ടാൽ തന്നെ പേടിയാവും. ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഫുള്ള് ഇരുട്ടാണ്. കുറേ സ്റ്റെപ്പുകളിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ട് നമുക്ക് പുറത്തേക്ക് വേറെ വഴി കൂടി കയറി വരാം. ഇതിപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ബെല്ലാരി സിറ്റിയുടെ ഒരു വ്യൂ ആണ്. പറഞ്ഞ ഫുൾ സിറ്റിയാണ് ഈ കാണാൻ. നല്ല രസമാണ്. സൺറൈസ് ആയി വരണതാണ്, സൂര്യൻ ഉദിച്ചങ്ങോട്ട് വന്നെയാണ്. കുറേ നല്ല പട്ടിസാറൊക്കെ പോകേണ്ടത് ഈ കൂടി. പട്ടിസാറൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് ചെറിയ നെഗ്ഗടിച്ചു. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് പയ്യോടും സ്കൂട്ടാനാണ്. അവിടെ പട്ടികൾ കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് വേണം താഴോട്ടിറങ്ങി. അപ്പോൾ താഴോട്ടിറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു അമ്പലം കണ്ട്. കൊള്ളാൻ നൈസ് അമ്പലം. അപ്പോൾ അങ്ങനെ അതിൻ്റെ അകത്തോട്ട് കയറി. പറഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് മറ്റേ സ്റ്റോണാണ്, ഫുള്ള് കരിങ്കല്ല് ഒക്കെ വെച്ചിട്ടുള്ള സെറ്റപ്പാണ് ഇതിൻ്റെ വെച്ചിട്ട് പണിതേക്കണ ഒരു വെറൈറ്റി അമ്പലം. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. അങ്ങനെ അതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ നല്ലൊരു എന്താ പറയുക, പഴയ തമിഴ് പടത്തിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീല്, അടിപൊളി സെറ്റപ്പ്. പൈസ അപ്പം ഒരു ഏകദേശം ഒരു 5 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ അങ്ങനെ പയ്യെ സ്കൂട്ടാനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.